Welcome to Arcade Stories. താളം ഭാഗം 72. ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്ന ഉടനെ ദേവിയെ ലേബർ റൂമിലേക്ക് മാറ്റി. ലേബർ റൂമിന് മുന്നിൽ പരിഭ്രമത്തോടെ നിന്ന രമേശനെ സേതു ആശ്വസിപ്പിച്ച് അവിടെയുള്ള കസേരയിലേക്ക് പിടിച്ചിരുത്തി. വിവരമറിഞ്ഞപ്പോ മുകളിലത്തെ മുറിയിലുണ്ടായിരുന്ന ബിജുവിന്റെ അച്ഛനും അമ്മയും കൂടി ലേബർ റൂമിന് മുന്നിലേക്ക് എത്തിയിരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞതും മറ്റൊരു കാറിൽ പ്രദീപിനും കാശിയപ്പനും കൂടി അങ്ങോട്ടേക്ക് എത്തി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ തറവാട്ടിൽ ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ചെറിയമ്മയെ തിരികെ കൊണ്ടുപോകാനെത്തിയവരായിരുന്നു അവർ. കൗമുദി വല്യമ്മയും റോസും കൂടി നിർബന്ധിച്ചതോടെ ചെറിയമ്മായി തിരികെ പോകാൻ തയ്യാറെടുത്തു. ആ സമയത്താണ് ഒരു നേഴ്സ് ലേബർ റൂമിന്റെ കതക് തുറന്ന് പുറത്തേക്ക് വന്നത്. ദേവിയുടെ കൂടെ വന്നിട്ടുള്ളത് ആരാ? ചോദിച്ചു കഴിഞ്ഞതും ഒരു പറ്റം ആളുകൾ അവരെ അങ്ങ് പൊതിഞ്ഞു. ഇതെന്താ, ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടല്ലോ. എന്ത് ചെയ്യാനാ സിസ്റ്ററെ, ഒരു ജാതക്കിടയിലാണേ പെണ്ണിന് പ്രസവവേദന വന്നത്. നേഴ്സിന്റെ ഈർഷ്യ നിറഞ്ഞ ചോദ്യം പിടിക്കാത്ത പ്രവീൺ മറുപടി കൊടുത്തു. നേഴ്സ് അവനെ അടിമുടി ഒന്ന് നോക്കി. താനാണോ കൊച്ചിന്റെ അച്ഛൻ? അയ്യേ, ഞാനല്ല. അവൻ ചമ്മലോടെ പുറകോട്ട് മാറി. അപ്പോ പ്രസവം കഴിഞ്ഞോ മോളെ? ചെറിയമ്മായി ചോദിച്ചതും നേഴ്സ് തലകുലുക്കി. പെൺകുട്ടിയാ, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോ കുട്ടിയെ കൊണ്ടൊന്ന് കാണിക്കാൻ കേട്ടോ. റൂം എടുത്തിട്ടില്ലെങ്കിലേ പോയി എടുത്തോളൂ. എന്റെ തേവരെ. ചെറിയമ്മായി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോ വല്യമ്മയും സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു. റോസ് ലേബർ റൂമിന്റെ വാതിൽക്കലേക്ക് പോയി എത്തിയൊന്ന് നോക്കി. രമേശൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ സേതുവിനെ കെട്ടിപ്പിടിച്ചു. നോക്കി നിൽക്കാതെ എവിടെയെങ്കിലും പോയിട്ടെ കുറച്ച് മധുരം വാങ്ങിക്കൊണ്ടുവന്നേ. പ്രദീപ് ചട്ടം കെട്ടിയതും പ്രവീൺ മുണ്ടും മടക്കി കുത്തി വെളിയിലേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. രമേശൻ അവനെ തടഞ്ഞു നിർത്തി പോക്കറ്റിൽ നിന്നും കാശ് എടുത്തു നൽകി. ഏയ്, ഇതൊന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചോളന്നേ. അവൻ രമേശനെ തടഞ്ഞു. നീ വാങ്ങിച്ചോ, പക്ഷെ കാശ് അവൻ തരും. പ്രദീപ് പറഞ്ഞതോടെ മറുത്തൊന്നും പറയാതെ അവൻ ആ കാശ് വാങ്ങി പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്നാ കൊച്ചനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം. ചെറിയമ്മായി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ധൃതി പിടിക്കണ്ട, സമയമുണ്ട്. കാശിയപ്പൻ ചെറിയമ്മായി ആശ്വസിപ്പിച്ചപ്പോ അവർ തിരികെ കസേരയിലേക്ക് ഇരുന്നു. വാസുദേവന്മാരാ റൂമിന്റെ കാര്യം അന്വേഷിക്കാനായി റിസപ്ഷന്റെ അടുത്തേക്ക് നടന്നപ്പോ രമേശനും കൂടെ ചെന്നു. ഞാൻ കൂടെ വരാച്ചാ. ഓ വേണ്ട, മോൻ ഇവിടെ നിന്നോ, കൊച്ചിനെ കൊണ്ടുവന്നാ കാണണ്ടേ. അവനെ അവിടെ തന്നെ നിർത്തിയിട്ട് അയാൾ മുറിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായി നീങ്ങി. അല്പസമയം കൂടി കഴിഞ്ഞതും നേരത്തെ വന്ന നേഴ്സ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു കൊച്ചു മാലക കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അതോടെ ആൾക്കാർ വീണ്ടും ആ നേഴ്സിനെ പൊതിഞ്ഞു. ആ, ഇതെന്തൊരു കഷ്ടമാന്നേ. എല്ലാരും കൂടെ ഇങ്ങനെ കൂടി നിൽക്കല്ലേ. നേഴ്സ് വീണ്ടും ഒച്ചയെടുത്തു. ദേവിയുടെ അമ്മ കുട്ടിയെ വാങ്ങാൻ കൈ നീട്ടിയെങ്കിലും സേതു കൗമുദി വല്യമ്മയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. അതത്ര ഇഷ്ടപ്പെടാത്ത മട്ടിൽ വിലാസിന് സേതുവിനൊന്ന് നോക്കിയെങ്കിലും അവനത് ശ്രദ്ധിക്കാതെ നിന്നതേയുള്ളൂ. വല്യമ്മ കൈ നീട്ടി കുഞ്ഞിനെ വാങ്ങി. ചെറിയമ്മായിക്കൊപ്പം നിന്ന് റോസ് കുഞ്ഞിനെ നോക്കി. രമേശനും തൊട്ടടുത്ത് വന്ന് നിന്ന് നോക്കുന്നുണ്ട്. വെളുപ്പും ചുവപ്പും ഇടകലർന്നിരിക്കുന്ന ഒരു കൊച്ചുമുഖം. കണ്ണുകളൊക്കെ ഇറുകെ പൂട്ടി കിടപ്പിലാണ് ആശാട്ടി. കുഞ്ഞു കൈകൾ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. റോസ് ആ വിരൽത്തുമ്പുകളിൽ മെല്ലെ ഒന്ന് തൊട്ടു നോക്കി. ചെറിയമ്മായി കുഞ്ഞിന്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റിയിട്ട് റോസിനെ നോക്കി ചിരിച്ചു. മോൾക്ക് എടുക്കണോ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ശരിയാവുക? അടുത്ത കൊല്ലേ ഇതുപോലെ ഒന്നിനെ എടുക്കാനുള്ളതാ. എല്ലാവരും ചിരിച്ചപ്പോ റോസ് സേതുവിനെ പാളി നോക്കി. അല്പം മുന്നേ പ്രവീൺ പറഞ്ഞതുപോലെ ഞാനീ ടൈപ്പല്ല എന്ന ഭാവത്തിൽ നിൽപ്പുണ്ടാള്. ചിരി അടക്കിയിട്ട് റോസ് കുഞ്ഞിന്റെ കവിളിലും മൂക്കിൻ തുമ്പിലും ഒക്കെ തൊട്ടു നോക്കി. നിനക്ക് എടുക്കണോടാ? രമേശനോടായി കുഞ്ഞമ്മായിയുടെ ചോദ്യം. മതി മതി, ഇനി എല്ലാവരേ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എടുത്താ മതി. കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകാൻ നോക്കിക്കേ. ഇട്ടാക്കൊതി തീർക്കും പോലെ വിലാസിനി പറഞ്ഞപ്പോ വല്യമ്മ കുഞ്ഞിനെ നേഴ്സിന്റെ നേർക്ക് നീട്ടി. റൂം കിട്ടിയോ? കുഞ്ഞിനെ തിരികെ വാങ്ങുന്നതിനിടയിൽ ആ നേഴ്സ് ചോദിച്ചു. എടുക്കാൻ ആള് പോയിട്ടുണ്ട്, രമേശൻ പറഞ്ഞു. ആ, അമ്മയെയും കുഞ്ഞിനെയും നാളെ റൂമിലേക്ക് കൊണ്ടുവരും. ഒന്നോ രണ്ടോ പേര് മാത്രം നിന്നാ മതി. ബാക്കിയുള്ളവരൊക്കെ ഇനി കൂടി നിൽക്കാതെ തിരികെ പോകാൻ നോക്ക്. അതും പറഞ്ഞിട്ട് നേഴ്സ് റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു. അപ്പോഴേക്കും പ്രവീൺ ഒരു പെട്ടി നിറയെ ലഡുവുമായി തിരിച്ചെത്തി. ഛേ, കൊച്ചിനെ കൊണ്ടുവന്നിട്ട് തിരികെ കൊണ്ടുപോയോ? കൊച്ചിനെ അകത്തേക്ക് കൊണ്ടുപോയി എന്ന് അറിഞ്ഞതും അവൻ നിരാശയോടെ അടഞ്ഞുകിടക്കുന്ന വാതിലിന് നേർക്ക് നോക്കി. ഇപ്പോ തന്നെ കണ്ടിട്ട് എന്തിനടാ? നിനക്കിനി മോഡൽ വല്ലതും നോക്കി വെക്കാനാണോ?
പ്രദീപിന്റെ ചോദ്യം അവിടെ ചിരി ഉണർത്തി. ഓ, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. ദേ, കൊല്ലൊന്ന് കഴിയട്ടെ, എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും, കണ്ടോ. ശപഥമെടുക്കും പോലെ അവൻ പറഞ്ഞത് കേട്ട് വീണ്ടും ചിരി മുഴങ്ങി. യാമി ഇത് കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തിട്ടായിരുന്നു റോസിന്റെ ചിരി. കൗമുദി വല്യമ്മയും വിലാസിനിയമ്മയും റൂമിൽ കിടക്കാമെന്ന് തീരുമാനിച്ചു. അവർക്കുള്ള വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും വെളുപ്പിന് തന്നെ എത്തിക്കാമെന്ന് രമേശനും ഏറ്റു. കാശിയപ്പനും പ്രദീപും കൂടി ചെറിയമ്മായിയും കൊണ്ട് ആദ്യം തന്നെ തിരികെ പോയിരുന്നു. വല്യമ്മയുടെ അനിയൻ ദിനകരനും ഭാര്യ സാവിത്രിയും സേതുവിന്റെയും റോസിന്റെയും ഒപ്പം തിരികെ പോകാനായിട്ട് ഇറങ്ങി. ദേവിയെയും കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ വരാം എന്നും പറഞ്ഞാണ് അവർ ഇറങ്ങിയത്. ഭാര്യയിടത്തേക്ക് അവർ തിരികെ എത്തുമ്പോൾ പുതുശ്ശേരിയിൽ നിന്നും വന്നവർ വൃശ്ചിക ഉൾപ്പെടെ തിരികെ പോയിട്ടുണ്ടായിരുന്നു. പുതുപ്പെണ്ണും യാമിയും അടക്കം ബാക്കിയുള്ളവരൊക്കെ തറവാട്ടിൽ ചെറിയമ്മായിക്ക് ചുറ്റുമിരുന്ന് ആശുപത്രിയിലെ വിശേഷങ്ങൾ കേൾക്കുകയായിരുന്നു. റോസും സേതുവും എത്തിയതോടെ പിറ്റേ ദിവസം വൈകുന്നേരം രഘുവിന്റെയും വൃശ്ചികയുടെയും റിസപ്ഷന് പോകേണ്ട കാര്യത്തെക്കുറിച്ചായി സംസാരം. ബാക്കി ഉണ്ടായിരുന്ന ലഡു രമേശൻ അവിടെയുള്ളവർക്കും നൽകി. ഒടുവിൽ രമേശനും ചെറിയമ്മായിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പോകാമെന്ന് തീരുമാനിച്ചതോടെ അർജുനെയും നക്ഷത്രയെയും വീട്ടിലേക്കാക്കാൻ ചെറിയമ്മായിയോടൊപ്പം റോസും ഇറങ്ങി. ഈ കുഞ്ഞിനെ നീ കണ്ടായിരുന്നോ? ഇറങ്ങാൻ നേരത്താണ് യാമി അവളെ പിടിച്ചു നിർത്തി ചോദിച്ചത്. കണ്ടു. പക്ഷേ നിന്റെ പ്രവീണേട്ടന് കാണാൻ പറ്റിയില്ല. അതിന്റെ കൊതിക്കറിവ് മിക്കവാറും ഇന്ന് രാത്രി അങ്ങനെ തീർക്കാൻ സാധ്യതയുണ്ട്. കാര്യം മനസ്സിലാവാതെ യാമി വാ പൊളിച്ചു. ഈ ഇടി അടുത്ത കൊല്ലം ഇതുപോലെ എല്ലാവരെയും ആ ലേബർ റൂമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാ വന്നേക്കുവാ നിന്റെ പ്രവീണേട്ടൻ. അയ്യേ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. യാമി നെറ്റിയിൽ തല്ലിയിട്ട് തിരിഞ്ഞു നോക്കി. പ്രവീൺ സേതുവുമായിട്ടെന്തോ കാര്യമായ സംസാരത്തിലായിരുന്നു. നക്ഷത്രയെ അർജുന്റെ മുറിയിലേക്ക് ആക്കിയിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ റോസിനെ ചെറിയമ്മായി പിടിച്ചു നിർത്തി. അവൾ ചോദ്യഭാവത്തോടെ ചെറിയമ്മായി നോക്കി. മോളെ, വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നവൻ ആ സേതു. കാർന്നവന്മാരുടെ അനുഗ്രഹം കൊണ്ടാ അവനിപ്പോ വിവാഹം കഴിക്കാൻ തോന്നി. പക്ഷേ നിങ്ങളിപ്പോഴും ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. റോസിന്റെ മുഖം ചുളിഞ്ഞു. നീ എന്നെ നോക്കി പറ്റിക്കുകയൊന്നും വേണ്ട. കുറെയൊക്കെ കണ്ടാലേ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയവന് വേണ്ടി ആകരുത്. കാര്യം പ്രജിത്ത് എനിക്കെന്റെ മോനെ പോലെയാ. പക്ഷെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട സേതുവിനെ വളർത്തിയത് ഞാനാ. ഒരമ്മ ഇല്ലാതിരുന്നതിന്റെ ദുഃഖം അവനെ അറിയിച്ചിട്ടില്ലെങ്കിലും ആ ഒരു വിഷമം അവനുള്ളത് എനിക്കറിയാം. അവന്റെ എല്ലാ ദുഃഖങ്ങൾക്കും ഉള്ള പരിഹാരമാകാൻ നിനക്ക് സാധിക്കും മോളെ. അതോടൊപ്പം നിന്റെ വിഷമങ്ങളും ഇല്ലാതെയാകും. നിനക്കതിന് കഴിയും. നീ നല്ലവളാ. മരിച്ചു പോയവരുടെ ഒക്കെ ആഗ്രഹവും അത് തന്നെയായിരിക്കും. അവരുടെ അനുഗ്രഹവും നിനക്കുണ്ടാവും. നിറഞ്ഞുപോയ കണ്ണുകൾ തുടക്കാതെ റോസ് ചെറിയമ്മയെ നോക്കി തലകുലുക്കി. അവർ കൈയുയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചിട്ട് മുഖം പിടിച്ചു താഴ്ത്തി ആ നെറുകയിൽ ഉമ്മ വെച്ചു. ചെല്ല്, എന്റെ മോള് ചെല്ല്. അവനോടൊപ്പം നന്നായി ജീവിക്ക്. അവൾ വീണ്ടും തലകുലുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അന്ന് രാത്രി ഉറക്കം വരാതെ തൊട്ടടുത്ത് ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന സേതുവിനെ നോക്കിക്കിടക്കെ ചെറിയമ്മായി പറഞ്ഞ വാക്കുകളായിരുന്നു റോസിന്റെ മനസ്സിൽ കൂടി കടന്നുപോയത്. ഒപ്പം വെളുത്തു ചുവന്ന ഒരു കൊച്ചുമുഖവും ആ കുഞ്ഞു കൈകളും ഉള്ളിലെ മാതൃത്വത്തെ ചുരുത്തി. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന അവൾ സ്വന്തം വയറിൽ മെല്ലവും തടവി നോക്കി. തലയണയെടുത്ത് വയറിനോട് ചേർത്ത് വെച്ച് വയർ ഉയർന്നിരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അവൾ ചിരിച്ചു. ഞാൻ ഈ അവസ്ഥയിലാകണമെങ്കിൽ ഈ കിടന്നുറങ്ങുന്ന കശ്മലിനെ ബലാത്സംഗം ചെയ്യേണ്ടി വരും. ഓർത്തപ്പോ വീണ്ടും ചിരിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ച് സേതുവിനെ നോക്കി. മുറിയിലെ സീറോ ബൾബിന്റെ അരണ്ട വെളിച്ചത്തിൽ അവന്റെ മുഖം അവൾ കണ്ടു. തലയിണയ്ക്ക് മേലെ വലതു കൈ മടക്കി തലയിണയാക്കി അതിൽ തലവെച്ച് കിടപ്പാണ് ആള്. ക്രമമായ ശ്വാസത്തിൽ ഉയർന്നു താഴ്ന്നു നെഞ്ച്. ഉറക്കത്തിൽ എപ്പോഴോ കാലിൽ നിന്നും ഊർന്നു പോയ അവന്റെ പുതപ്പെടുത്ത് നേരാമണ്ണം പുതപ്പിച്ചു കൊടുത്തിട്ട് അവൾ വീണ്ടും അവന് നേരെ തിരിഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് കിടന്നു. ദുഷ്ടൻ, കിടന്നുറങ്ങുന്നു നോക്കിക്കേ, ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവൾ ഇവിടെ ഉറക്കം വരാതെ കിടക്കുന്നു. അതിനിടയ്ക്ക് ചെറിയമ്മയുടെ വക ഒരു ഉപദേശവും. പൊന്നുമോന്റെ ഭാര്യ മാത്രം ആയേ പോരാ, അമ്മയും കൂടി ആവണോ അത്രേ. ആകാം, ഇപ്പൊ ശരിയാക്കി തരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കത്തിൽ എന്നോണം ഇടത് കൈ ഉയർത്തി അവന്റെ നെഞ്ചിൽ ആഞ്ഞൊന്നടിച്ചു. ആരാ? എന്താ? അടികൊണ്ട് സേതു ചാടി എഴുന്നേറ്റിരുന്നിട്ട് ചുറ്റിനും നോക്കി. തൊട്ടരികെ നേരിയ ശബ്ദത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന റോസ് അവളുടെ ഇടത്തെ കൈ തന്റെ മടിയിൽ കിടക്കുന്നു.
പാവം, ഉറക്കത്തിലാണെന്ന് തോന്നുന്നു തല്ലിയത്. അവൻ ആ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. ഉം. മൂളിക്കൊണ്ട് അവൾ ആ കൈ കൊണ്ട് അവനെ ഒന്നുകൂടി വട്ടം ചുറ്റിപ്പിടിച്ചു. കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത പരുവത്തിൽ വിമിഷ്ടത്തോടെ അവൻ ആ കിടക്കയിലിരുന്നു. മടിയിലേക്ക് എടുത്തിട്ട കൈകൊണ്ട് തന്നെ വട്ടം കെട്ടി പിടിച്ചു കിടക്കുന്ന റോസിനെയും നോക്കി എന്ത് ചെയ്യുമെന്ന ചിന്തയോടെ സേതു കട്ടിലിരുന്നു. സാധാരണയായി കിടക്കുമ്പോ ഉറങ്ങി ഉണരും വരെ തന്റെ ശരീരത്തിൽ സ്പർശിക്കാതെ കിടക്കുന്നവൾക്ക് ഇന്ന് എന്തു പറ്റി എന്നതായിരുന്നു അവൻ ചിന്തിച്ചത്. അല്പനേരം അനങ്ങാതിരുന്നിട്ട് അവൻ ആ കൈമെല്ലെ ഒന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചതും ഉറക്കത്തില്ലെന്നതുപോലെ അവൾ ചിണുങ്ങിക്കൊണ്ട് അല്പം കൂടി അവന്റെ ശരീരത്തിലേക്ക് ഒട്ടി. മറ്റു നിർവാഹമില്ലാതെ അവൻ കിടക്കയിലേക്ക് തിരികെ കിടന്നു. കഴിയുന്നത്ര അവളിൽ നിന്നും അകന്നു മാറി കിടക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ തന്റെ ഇടത് കാലും കൂടി അവന്റെ കാലിന് മുകളിലേക്ക് കയറ്റിയങ്ങ് വെച്ചു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ അവൻ കട്ടിലിന്റെ അങ്ങേറ്റത്തേക്ക് ഞരങ്ങി നീങ്ങാൻ ശ്രമിച്ചു. അതോടെ അവൾ അവന്റെ മടിയിൽ കിടന്നിരുന്ന കൈയെടുത്ത് നെഞ്ചിൽ ചുറ്റിപ്പിടിച്ചിട്ട് തലയെടുത്ത് അവന്റെ തോളിലേക്കും കയറ്റി വെച്ചു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് സേതു അവളുടെ നേർക്ക് നോക്കി. അവൾ ആകട്ടെ മുഖം അല്പം കൂടി ഒന്ന് ഉയർത്തി ചുണ്ടുകൾ അവന്റെ കാതിൽ മുട്ടിച്ചു. അറിയാതെ അവനൊന്ന് പിടഞ്ഞു. ഉം. കാതിനോരം അവൾ കുറുകി. അകത്തേക്ക് എടുക്കുന്ന ഓരോ ശ്വാസത്തിനുമൊപ്പം അവളുടെ ഗന്ധം അവന്റെ ഉള്ളിൽ നിറഞ്ഞ് ത്രസിപ്പിച്ചു. അവളുടെ കയ്യും കാലും എടുത്തു മാറ്റിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്നും ആരോ വിലക്കുന്നത് പോലെ തോന്നിയവന്. ഇന്നലെ രാത്രിയും നേരെ ചൊവ്വെ ഉറങ്ങിയിട്ടില്ല. കാലത്തെ മുതലുള്ള ഓട്ടവും. പാവം, ക്ഷീണം കാരണമായിരിക്കും. സ്വയം കാരണം കണ്ടെത്തി സമാധാനിക്കാൻ ശ്രമിച്ചു അവൻ. അവൾ ആ ഇരുട്ടിൽ ഒരു കണ്ണു മാത്രം അല്പം തുറന്ന് അവനെ നോക്കി. അവൻ ചെക്കൻ ശ്വാസം പോലും വിടാതെയാ കിടപ്പ്. ചത്തുപോകുവോ? ചിരി കടിച്ചൊതുക്കി അവൾ ഓർത്തു. പൊന്നു മോനെ സേതുവേട്ടാ, കല്യാണം കഴിക്കുന്ന സമയത്തേ നിങ്ങളുടെ പുന്നാര അനിയനെ കൊണ്ട് എന്നെ ഏട്ടത്തിന്ന് വിളിപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രമേശ് ഏട്ടന്റെ കൊച്ചിനെ കണ്ടപ്പോ ഞാൻ എന്റെ മുഖം ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ഏട്ടത്തിന്ന് വിളിക്കുന്നതിനേക്കാൾ രസമായിരിക്കും അവൻ നമ്മുടെ കൊച്ചിന്റെ ചെറിയച്ഛനാവുന്നത്. അത് മാത്രമല്ല മോനെ, ആ പാവയാമി ഇത്രയും നാളും പുറകെ നടന്നിട്ടും അവള് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ എന്തോന്നാ പറഞ്ഞേ? ഇനി ഈ മനസ്സിലേക്ക് മറ്റൊരു പെണ്ണിനെയും കയറ്റാൻ പറ്റില്ലെന്ന് അല്ലേ? ഒരു വലിയ ദേവദാസ് വന്നേക്കുന്നു. എന്നാലേ ഇനി ഈ റോസമ്മ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, അതിനകത്തേക്ക് കയറി പറ്റാൻ പറ്റുമെന്ന്. തടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് തടുത്ത് കാണിക്കും മനുഷ്യ. അത്രയും മനസ്സിൽ പറഞ്ഞിട്ട് അവൾ ഒന്നുകൂടി അവന്റെ ശരീരത്തിലേക്ക് അമർന്നു. അവളുടെ ശരീരത്തിന്റെ മാർദ്ദവും ഗന്ധവും അവന്റെ മനസ്സിളക്കി. അതേ നിമിഷം തന്നെ അവൾ ചുണ്ടുകൾ അല്പം വിടർത്തി അവന്റെ കവിളിലേക്ക് അമർത്തുകയും ചെയ്തു. ഉമിനീരിന്റെ നനവ് കവിളിൽ പതിഞ്ഞതോടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോയവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താ സേതുവേട്ടാ, എന്തു പറ്റി? യാതൊന്നും അറിയാത്തതുപോലെ അവൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. ഏയ് ഒന്നുമില്ല. അവൻ ഇരുന്ന് വീക്കി. ശരീരത്തിലെ എന്തോ കൊണ്ടതുപോലെ തോന്നി, അതാ. തോന്നും പലതും ഇനി കൊള്ളാൻ പോകുന്നതല്ലേ ഉള്ളു മോനെ. പുറത്തേക്ക് ചാടാൻ ശ്രമിച്ച വാക്കുകളെ അടക്കിക്കൊണ്ട് അവൾ മുടി മാടി ഒതുക്കി കെട്ടിവെച്ചു. എന്നിട്ട് കിടക്കയിൽ വെറുതെ ഒന്ന് പരതി നോക്കി. ഇവിടെ ഒന്നുമില്ലല്ലോ സേതുവേട്ടാ, ചിലപ്പോ തോന്നിയതാവും. സേതുവേട്ടൻ കിടക്കാൻ നോക്ക്, ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. അതും പറഞ്ഞിട്ട് അവൾ കട്ടിലേക്ക് കിടന്നിട്ട് പുതപ്പ് വലിച്ചിട്ട ശേഷം കണ്ണുകൾ അടച്ചു. അവളെ നോക്കി അല്പനേരം തല ചൊറിഞ്ഞു നിന്നിട്ട് സേതുവും കിടക്കയിലേക്ക് കിടന്നു. നിങ്ങൾ ഇന്ന് എന്തോന്നാ പ്രവീണേട്ടാ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെയോ ശബദം എടുത്തോന്ന് റോസ് പറഞ്ഞു. കിടക്കാൻ നേരത്ത് പ്രവീണിനോട് കെറിവിക്കുകയായിരുന്നു യാമി. അതായിരുന്നു രണ്ടും കൂടി അവിടെ നിന്ന് കുശൂച്ചുന്നത്. ആ, നിങ്ങൾ കാര്യം പറയും, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? പിന്നെ പറയാതെ. എടി, ഞാൻ ലഡു വാങ്ങി തിരികെ വന്നപ്പോഴേക്ക് ആ ഓടംകോലി നേഴ്സ് കൊച്ചിനകത്തേക്ക് കൊണ്ടുപോയിരുന്നു. കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞതിനെ ചേട്ടച്ചാരുടെ അക ഒരു കൗണ്ടറും. കണ്ടിട്ട് എന്തിനാടാ, മോഡൽ നോക്കി വെക്കാനാണോ ഒന്ന്? നീ ഇങ്ങ് നോക്കുന്നേ കുട്ടിയെ. ആ, നോക്കുവല്ലേ, പറയ്. അപ്പോ പിന്നെ ഞാൻ വേറെ എന്താ പറയുക? മാഷിയുടെ കാര്യത്തിലെ ഈ പ്രവീൺ ഒട്ടും പുറകില്ലെന്ന് എന്റെ ദേവുട്ടി അറിഞ്ഞൂടെ? ഓവേ, അറിയാമേ. എന്നാൽ അത് കേട്ടപ്പോ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയി. ആണോ? അവൻ കൈകൾ കുത്തി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എവിടെ നോക്കട്ടെ. എന്ത്? അല്ല, തൊലി ഉരിഞ്ഞു പോയത് എവിടെയാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈക്കും കാലിനും ഒക്കെ പിടിച്ചു നോക്കാൻ തുടങ്ങി. ശേ, ഒന്ന് ചുമ്മാതിരിക്ക് പ്രവീണേട്ട.
ഇന്നലെ കല്യാണ വീട്ടിൽ പോയിരുന്നോണ്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എടി അങ്ങനെ ചുമ്മാതിരുന്ന ശരിയാവത്തില്ല. ശരിക്കും അധ്വാനിച്ചാലേ നമുക്ക് ആ ശപഥം നിറവേറ്റാൻ സാധിക്കൂ. ഒന്ന് പോയേ, തന്നെ താൻ അവിടെ ഇരുന്നുണ്ട് അധ്വാനിച്ചാ മതി. ഹ, നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക എന്റെ ദേവുട്ടിയെ? ഇതൊരു കൂട്ടുകൃഷിയല്ലേ. നിലം ഉഴുതാലെ വിത്തിറക്കാൻ പറ്റൂ. മുട്ടുകൈ കൊണ്ട് അവന്റെ വയറ്റിൽ കുത്തിയിട്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ അവനെതിരെ തിരിഞ്ഞു കിടന്നു. അല്പനേരം അവളുടെ പിന്നഴകം നോക്കി ഇരുന്നിട്ട് തുള്ളൽ പനി ബാധിച്ചവനെ പോലെ ഇളകിക്കൊണ്ട് അവൻ അവളുടെ പിന്നിലേക്ക് അമർന്നു. ഭാര്യയെടുത്ത് നിന്ന് റിസപ്ഷനും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കയറാതെയാണ് പുതുശ്ശേരിക്കാര് തിരികെ പോകുന്നത്. ക്രിസ്റ്റികയ്ക്ക് ഹോസ്പിറ്റലിൽ കയറണമെന്നുണ്ടായിരുന്നെങ്കിലും നല്ലൊരു ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് ശങ്കരന്മാരും കൂടി പറഞ്ഞതോടെ അവർ നേരെ പുതുശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തോടെ ഇരുന്ന വൃശ്ചികയെ നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് രഘുനന്ദൻ ആശ്വസിപ്പിച്ചു. രാത്രി നന്ദിനിയാണ് വൃശ്ചികയെ അണിയിച്ചൊരുക്കി രഘുവിന്റെ മുറിയിലേക്കാക്കിയത്. ഏയ്, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ വൃശ്ചി, നാളെ രാവിലെ തന്നെ നമുക്ക് പോവാന്നേ. പാല് കുടിച്ചു കഴിഞ്ഞ് കട്ടിലേക്ക് ഇരുന്നിട്ട് മുഖം തെളിയാതിരുന്ന വൃശ്ചികയെ ആശ്വസിപ്പിക്കുകയായിരുന്നു രഘു. ചെറിയച്ഛൻ പറഞ്ഞതുകൊണ്ടാ, ഇല്ല കയറിയിട്ട് പോരായിരുന്നു. അവൾ പിന്നെയും സങ്കടം മാറാതെ മുഖം വീർപ്പിച്ചു. എന്റെ പെണ്ണെ, നിനക്ക് പിള്ളേരത്തിന് ഇഷ്ടമാണെങ്കിലേ ഇങ്ങ് വാ, സ്വന്തമായിട്ട് ഒരെണ്ണത്തിന് ഞാൻ റെഡിയാക്കി തരാന്നേ. അയ്യടാ, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി നമുക്ക് പിള്ളേര്. അതെന്താ? അതോ, അവൾ കട്ടിലിൽ കൂടി നിരങ്ങി അവന്റെ അടുത്തേക്കിരുന്നു. 2 കൊല്ലം നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് അടിച്ചു പൊളിക്കാം. കൊച്ചുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ സ്വാതന്ത്ര്യമൊന്നും കിട്ടത്തില്ല. ഓഹോ ഓഹോന്നല്ല, അത് മതി. അവൾ മുഖം കൂർപ്പിച്ചു. മതി, പറ്റില്ലെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. ആ, എന്നാ കിടന്നു. ചുമ്മാ അങ്ങ് കിടക്കാനോ? എടി, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. അത് തന്നെയാ പറഞ്ഞ് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യ രാത്രി ആഘോഷിക്കാന്ന്. ഇപ്പോഴേ എനിക്ക് സേഫ് പീരീഡ് അല്ല. ചേടാ, ഇതേതാണ്ട് പണ്ടാരോ പറഞ്ഞതുപോലെ ആയല്ലോ. എന്തോന്ന്? അത്തിപ്പഴം പഴുത്തപ്പോഴേ കാക്കക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഓ, കേട്ടിട്ടുണ്ട്. തൽക്കാലം വായ്പുണ്ണാണെന്ന് കരുതി ഓൻ കിടന്നുറങ്ങാൻ നോക്കി. എടി, ഇങ്ങ് വന്നേ. അതിനെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. വൃശ്ചിക നെറ്റ് ചൊളിച്ച് രഘുവിനെ നോക്കി. നമുക്കേ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് കൊല്ലത്തിറങ്ങാം. തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. നാളെ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നോക്കാം. തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് കൊല്ലത്തിറങ്ങാന്നോ? മനസ്സിലായില്ല. അവൾ ചോദ്യഭാവത്തോടെ അവനെ നോക്കി. ഇങ്ങ് വാ മോളെ, സേട്ടൻ വിശദമായിട്ട് കാണിച്ച് മനസ്സിലാക്കി തരാം. ആലോചിച്ചിരുന്ന അവളെ അവൻ വലിച്ചു തന്റെ നെഞ്ചിലേക്കിട്ടു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.